കുഞ്ഞമ്മ എനിക്കൊരു കിൻഡർ ജോയ് വാങ്ങിത്തരുമോ? കുഞ്ഞാമാന്റെ കുട്ടിക്കേ കുഞ്ഞാമ്മ അവിടുത്തെ കടയിൽ നിന്ന് വേറെ മുട്ടായി വാങ്ങി തന്നെ കേട്ടോ. കുഞ്ഞാമാർക്ക് പൈസ അല്ലേ കേട്ടോ, നമ്മളവിടുന്ന് സാധനം കടം വാങ്ങല്ലേ കേട്ടോ. അല്ല മുനീറ, എന്റെ വാർഡ് 15 ഇപ്പൊ 20 വിഭജിച്ചപ്പോഴല്ലേ അവിടെ നല്ല മത്സരമാണല്ലോ. അവിടെ കുഞ്ഞിപ്പോളെ മത്സരിക്കുന്ന സ്വതന്ത്രനായിട്ട് 2 പാർട്ടിക്കാരുടെ ഇടയിലൊരു സ്വതന്ത്രം, അവന് കുറച്ച് സ്വാധീനവും ഇതൊക്കെ ഉള്ള ഒരാളാണല്ലേ. പൈസ ഇറക്കുണ്ടല്ലേ, അവിടെ ജയിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചാൻസുകളൊക്കെ കാണുന്നുണ്ട്. അയാളെന്താ അറിയോ, ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങിക്കാണ്ട് അങ്ങനെ ഒരു പരിചയമുള്ള ഒരാളാണ് അയാള്. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞാല് ഒക്കെ മൈൻഡ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാള്. പൈസ അത്യാവശ്യമുള്ള ആളുമാണ്, ഇതൊക്കെ അറിയാതെ അയാളെ. അതെ അതെ, അല്ല അങ്ങനത്തെ ആളുകൾ തന്നെയാണ് ഇപ്പൊ വേണ്ടത്. അത് ജീവാക്ക, പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് രാഷ്ട്രീയത്തിന്റെ ദിനമായിട്ടല്ല, ആരാ നിൽക്കണോ ഓരോ ഇതിനനുസരിച്ചാണ് വോട്ട്. അത് ചിലപ്പോ സ്വതന്ത്രനൊക്കെ ജയിക്കും. അത് പറഞ്ഞിട്ട് ശരിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തികളൊക്കെ നോക്കിട്ട് തന്നെയാണ് ഇപ്പൊ ചെയ്യുള്ളൂ, ആർക്കും ഉപകാരം കിട്ടുന്നുണ്ടോ. അല്ല ഇന്നിപ്പോ എന്താ പന്നവിടെ ഇങ്ങനെ ഈ വൈക്കൊക്കെ ഇങ്ങനെ പണിയൊന്നുമില്ലേ? സെറ്റിലൊക്കെ പണികളൊക്കെ നടക്കണില്ലേ? ഓന്റെ മുജീബാക്ക 3-4 സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്, എങ്ങോട്ട് പോകാൻ ആളില്ല. പറയാനൊക്കെ ആ സക്കീറാക്കാനെ ലോഡ്ജിൽ സാധനം കൊണ്ടിട്ട് കൊടുത്തിട്ട് 3-4 ദിവസമായി ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേറെ സൈറ്റിനാണെങ്കിൽ 2 ബംഗാളിൽ സ്ഥിരമായിട്ട് പണിക്കും. നമ്മൾ ആൾക്കാരെ പണിക്കന്നെ കിട്ടണില്ല. മൂസക്കുട്ടിയൊക്കെ ആളെ വരണ്ടേ. മുജിബാക്ക, ആ പെയിന്റർ സുഖം ഉണ്ടായിരുന്നില്ലേ? ഓനെ കണ്ടപ്പോ എന്റെ മുങ്ങിയത് ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓനെ ഒപ്പണ പോയതില്ലേ? ബാക്കൊക്കെ പോയി. അതിന്റെ ബാക്കൊക്കെ ഇവിടെ അന്നച്ചി അത് ശരി. ഇത് മനുഷ്യന്മാരെ കാണുമ്പോൾ മുങ്ങല. പണിക്കാരില്ലാത്തോണ്ടേ അതിപ്പോ പണിക്കാരില്ലാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ തന്നെ. പണിക്കാരില്ലാണ്ട് അനക്ക് ബുദ്ധിമുട്ട്. അത് ശരി. ഇപ്പൊ അന്നെങ്ങനെയാണ് പണി ഏൽപ്പിക്കാൻ പറ്റുമോ? അന്റെ പണിക്കാരൊക്കെ എന്റെ പോയി ഇത് ആയി കൊടുക്കുന്നുണ്ടാവില്ല. അതാവും നിങ്ങൾ ഇറങ്ങാറാക്കലേ. 2 ദിവസം കൊണ്ട് ഞാൻ ആ പണി തീർത്തരാം. അയാളെ പണി ബാക്കിയൊക്കെ നമ്മളെ തീർത്തതേ. ഒന്ന് ചീത്തറില്ലേ, ചൂടായല്ലേ? 2 ദിവസം കൊണ്ട് ആ പണി തീർത്തില്ലെങ്കിലേ നമ്മളെ മുതലാളി ഉണ്ടല്ലോ സക്കീറാക്ക, മൂപ്പരുണ്ട് വരും. മൂപ്പര് വന്ന മൂപ്പരെ സ്വഭാവം എനിക്കറിയാലോ. മൂപ്പര ആ നേരത്ത് പണി കഴിഞ്ഞാൽ കണ്ടാലേ ആദ്യം എന്റെ പുറം കുറ്റി പൊളി, പിന്നെ എന്റെ പുറം കുറ്റി പൊളി. മൂപ്പര സ്വഭാവം വെച്ച് ആരെ പുറം കുറ്റി ആദ്യം പൊളി അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പണി മര്യാദക്ക് തീർത്തോ, ഇല്ലെങ്കിൽ പണിയാണ്. 2 ദിവസം കൊണ്ട് തീർത്തരാം. ഉറപ്പാണല്ലോ. ഇന്നെ കൊണ്ട് വർത്താനം പഠിപ്പിക്കില്ല. നോക്കിയൊക്കെ പണി ആയിക്കോട്ടെ. അത് മുനീറേ, ഇപ്പൊ കീരിമ്പും കാണ്ടമാർക്ക് കണക്കൂട്ടണ്ട. കുറച്ചോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഓല് 2 ഒന്നാവും. അതന്നെ. പിന്നെ ഇപ്പൊ ഈ പണിക്കാരെ പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. പണിക്കാരിങ്ങനെ സ്വീപ്പാക്കുവേ. എഴുതിയ ടൈമില് കഴിയൂല്ല. അല്ല അതൊക്കെ ശരി തന്നെ ഉദ്യോഗ. പണിക്കാർ സ്വീപ്പാക്കിയാലും പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല സക്കീറാക്ക വരുന്നുണ്ടെന്ന് പറഞ്ഞേ, അയാൾ ഇങ്ങനെ 6 മാസം കൂടുമ്പോ 2 വരവ്, 3 മാസം കൂടുമ്പോ 1 വരവ്, കൊല്ലത്തിന് 4 വരവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കൂലേ? എന്തായാലും അയാൾ കണ്ടമാനം സ്വത്ത് അവരൂടെയൊക്കെ വാങ്ങിക്കൂട്ടില്ലേ? ഇപ്പൊ അടുത്തിപ്പോ ഒരു കോട്ടേഴ്സ് നിങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്തേ. അതിന്റെ പണിന്റെ കാര്യക്കാരെ പോലും പറയണ്ടാകല്ലേ? എവിടെല്ല എത്രത്തോളം മുതലാണ് വാങ്ങിക്കൂട്ടിയെ? അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത തന്നെയാണ്. പിന്നെ അതേ അങ്ങനെ കഷ്ടപ്പെട്ടാളടാ ചെറുപ്പത്തിലൊക്കെ. എപ്പത്തെ കാട്ടണു നല്ല ബുദ്ധിമുട്ട് അറിഞ്ഞും ചെയ്തക്കണു. ആയിക്കോട്ടെ, അത് ഉണ്ടാവട്ടെ, അതാണ് വേണ്ടത്. മൊയ്താക്ക, ഈ ഷീറ്റിലെ സാധനങ്ങളൊന്നും എടുക്കുക. കുഞ്ഞമ്മക്ക് കിൻഡർ ജോയ് വാങ്ങിത്തരുമോ? സിനോ, കുഞ്ഞാമാന്റെ കുട്ടിക്ക് ആ മുട്ടായി വാങ്ങിത്തരട്ടോ. നമ്മുടെ പൈസ അല്ലല്ലോ, അത് വാങ്ങിത്തരട്ടോ എനിക്ക്. പിന്നെ പൈസ കുറെ ആയിട്ടുണ്ട്. ഇപ്പാനോടെ പൈസ തരാൻ പറയണം കേട്ടോ. പറ്റി തീർത്തിട്ട് സാധനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. വേഗം വരി, കാക്കു എങ്ങോട്ടെങ്കിലും പോകും. ഇതൊന്ന് തലയിലൊക്കെ തല തരം കൊണ്ടല്ലേ നേരത്തെ നിങ്ങളോട് ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞില്ലേ ഞാന്? ഇനിയിപ്പോ ഓട്ടോ വരട്ടെ. ഉമ്മാന്റെ ഒരു ഓട്ടോറിക്ഷക്ക് കഴിച്ചാട്ടിക്കോളാം. ഉമ്മാക്ക് ഞേറ്റാൻ വെച്ച. നിങ്ങളോട് ആരപ്പത് വീട്ടിൽ നിന്നൊക്കെ ഏറ്റി തരാൻ പറഞ്ഞു? നിങ്ങളല്ലേ കാക്കൂന് ചേമ്പ് വേണം, ചക്കരക്കേങ്ങ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തത്? താത്ത ഇതിൽ ആളെ കയറ്റാൻ പറ്റില്ല, ഇത് പ്രൈവറ്റ് വണ്ടിയാണ്.
ഞാനേ വേറൊരു ആവശ്യത്തിന് പോകണം. നിങ്ങൾ ഇവിടെ നിൽക്കും, വേറെ ഏതെങ്കിലും വണ്ടികൾ വരും, അതിന് കൈയാട്ടി കൊടുക്കും. ഇതത് പ്രൈവറ്റ് ഓട്ടോറിക്ഷ വിചാരിച്ചിട്ട് ഇതിൽ മനുഷ്യന്മാർക്ക് കയറാൻ പറ്റൂലേ? മണ് കയറിക്കാണി, അതെടുത്തിട്ട് കയറിക്കാണി. ഇപ്പ ഞാൻ എത്രങ്ങാനും അയക്കണ് കാക്കാനോട് റോസ് കൊണ്ടുവരാൻ പറയണേ. ഞങ്ങൾ പറഞ്ഞിട്ട് കേക്കണില്ലപ്പ. ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആൾക്കാരുടെ മൂടാണ് ഇപ്പ്. റസിയാബേ എത്ര നേരായി കുറച്ച് ചൂടുവെള്ളം ചോദിച്ചിട്ട്. ഇതാ വരുന്നിപ്പാ. ഞാൻ കൊണ്ടുവരാ. ഇതാ എത്ര എനിക്ക് എടുക്കാരും മണി. എടുത്തോ സൂറാവി. സാധനങ്ങളൊക്കെ കഴിഞ്ഞിനിപ്പാ. ഞാനേ സൂറിനും സിനുവിനോട് പറഞ്ഞു വെച്ചിട്ട് പീടിക്ക് എന്താ പോലും കാണാത്തോ ആവോ. റിയാസ് എടുത്തോ. ഓ അതാ എങ്ങോട്ടോ പോകാൻ വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കണു. ഓരെപ്പോഴും ഇങ്ങനെ തെണ്ടി അടക്കലാണ്. ടൂറ് അറിഞ്ഞാ കേൾക്കൂല പത്തക്കട്ട മക്കൾ. താത്താ എന്തേ? പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. തുണക്കാരൻ്റെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടോ? പൈസ ഇതെന്താ റിയാസ ഈ പറയേണ്ടത്? ഞങ്ങൾ ഈ 3 പെണ്ണുങ്ങൾ വലിയ പണിക്കും പോകുന്നുണ്ടോ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പാണ്ട് വെച്ചോക്കാം. ഇപ്പാനോട് ചോദിച്ചെന്നാൽ ഒന്നും കിട്ടൂല. ഞാനല്ലെങ്കിലേ ആ പറമ്പ് ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇപ്പാനോട് എത്ര കാലമായി പറയുന്നു. ഇപ്പം അതും കെട്ടിപ്പൂട്ടി ഇങ്ങനെ നിന്നോട്ടെ. അല്ലെങ്കിൽ അതിമ ആ തെങ്ങുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ കൊടുത്തിട്ട് വല്ല ബിസിനസ്സും ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇനിയിപ്പൊ അതും കൂടെ ഉള്ളു വിൽക്കാന്. ബാക്കിയൊക്കെ ഈ വിറ്റ് കഴിഞ്ഞില്ല റിയാസെ. നമ്മള് പൈമന്ന് കിട്ടുന്ന തേങ്ങണപ്പൊ നമ്മൾ ഈ കഞ്ഞി കുടിച്ച് പോണത്. ഇതിങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി നടക്കാന്നല്ലാതെ ഇനിയിപ്പൊ അതും കൂടി ജിപ്പാനെ കൊണ്ട് വെപ്പിച്ചല്ലേ. എന്നാലേ നിങ്ങൾ അതും കെട്ടിപ്പൂട്ടിയിട്ട് ഇങ്ങനെ ഇരുന്നോളി. ഞാൻ എൻജോയ് ആയിക്കോട്ടെ. ഇവിടെ നിന്നാൽ തന്നെ അല്ലെങ്കിൽ തലക്ക് പിരാൻ തോന്നും. കുടുംബത്തിന് വല്ല പണിക്കടി. കാക്ക എങ്ങോട്ടാ പോണേ? ഞാൻ ബാംഗ്ലൂർ പോവാണ്. എന്റെ തണ്ടലൊക്കെ കഴിഞ്ഞ് വന്നോ? എത്രങ്ങാനും നേരായി നിങ്ങൾ ഈ പീടിക്ക് പോയിട്ട് എവിടേനു? താത്ത സിനുവിനെ ഞാൻ ഈ പീടിക്ക് കൊണ്ടുപോകില്ല കേട്ടോ. ഓള് കാണോടത്തൊക്കെ അത് മാണെന്ന് പറഞ്ഞാണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. പിന്നെ താത്ത പീടിയിലെ പറ്റി തീർക്കാതെ ഇനി സാധനം തരൂലെന്ന് പറഞ്ഞു താത്ത ഓല്. എന്താ ഓള് പറയണു? പീടിയിലെ പറ്റി തീർക്കാതെ സാധനം തരൂലെന്ന് പറഞ്ഞാണ് ഇപ്പൊ. ആര്? ആ പോക്കരോ? അതിനത്രക്ക് ആയോന്? ഓനെ പൈസ എന്താ കൊടുക്കൂലാന്? അതിന് 10 ഏക്കർ വിൽക്കേണ്ടി വരുമോ? അതിനത്ര ആയോന്? അല്ലപ്പാ ഓരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓർക്ക് നമ്മള് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നല്ലേ. ഇപ്പൊ പൈസ ഒന്നും കൊടുക്കണില്ലല്ലോ. നിങ്ങളല്ലേ ഇപ്പൊ കഴിഞ്ഞ മാസം തിട്ടാ തേങ്ങന്റെ പൈസ റിയാസിന് അതോ കോഴ്സിന് ഇറക്കാൻ എടുത്തു കൊടുത്തത്. അതിപ്പോ ആ പൈസ നമ്മക്ക് അവിടെ കൊടുക്കേനിപ്പാ. നിങ്ങൾ പോന്നാണി. അതിനിപ്പോ അങ്ങനെയൊക്കെയാണ് പറയല. ഓ ആരോടാ ഈ പറയണെന്നല്ലേ ഒരു ഓർമ്മ ഓന് വേണ്ടേ? ഓന് അങ്ങനെ വിട്ടാ പറ്റൂല്ല. ഇപ്പൊ ഇത് കുറച്ച് പൈസ കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അല്ല പാത്തുമ്മ താത്ത, സക്കീർ എപ്പോഴാ വന്നത്? ഓൻ വന്നിട്ട് കണ്ടിട്ടന്നല്ലേ എവിടേക്കാവൻ പോയിക്കണേ? ഓ നല്ല അന്തിക്കാടി വന്നത്. നേരം വെളുത്തുടന മൂസക്കുട്ടി ഇവിടെ വന്നു. ഓന്റെ അപ്പാണ്ട് പോയിക്കണു. നാട്ടിൽ വന്നാ പിന്നെ ഓൻ ഇവിടെ നിക്കാനുള്ള നേരമില്ലല്ലോ. എവിടക്കൊക്കെ പോയോണ്ടിരിക്കാണ്. ഒരു നേരത്തെ എന്റെ കുട്ടീനെ ഇവിടെ കിട്ടൂല. ഉച്ചക്കൊന്ന് ചോറ് വെച്ചാലും കൂടി ഇവിടെ എത്തിയിട്ടില്ല. അല്ല പാത്തുമ്മ എന്റെ അഞ്ചത്തി മോളും വന്നിട്ടുണ്ട് പറഞ്ഞിട്ടു. ഓരോടുത്തു സാബിരും കുസറിയും രാവിലെ തന്നെ വന്നിക്കണു. ഓര് വന്ന് നമുക്ക് സെക്യൂർ പോയും ചെയ്തിക്കണു. ഇപ്പൊ ഉച്ചത്തേക്ക് ഒരു ചോറിനാൻ വരും എന്ന് പറഞ്ഞാണ്ട് ഓന് മാണ്ടതൊക്കെ ഓര് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഓൻ എപ്പോഴാ വരുന്നാവോ? നോക്കി പാത്തുമ്മ താത്ത, ഈ വരവില്ലെങ്കിൽ സക്കീറിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ചണം. എത്ര വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കണോ? വയസ്സ് കൂടി വരികയല്ലേ. അതിന്റെ കാര്യമൊന്നും പറയണ്ട സൗദ. ഓനോട് ഞാൻ പറയാനിട്ടല്ല, പറഞ്ഞു എന്റെ തല കല്ലയക്കണു. അല്ല എന്റെ കുട്ടീനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാക്കുനെ വിളിച്ചോക്കേ. കാക്കുനെ ഞാൻ വിളിച്ചിട്ട് കാക്കു ഫോൺ എടുക്കണില്ല. ഓ അങ്ങനെ തന്നെയാണ്. ഓ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. ഇതൊന്ന് സബൂർ അയക്ക ബുസ്ര. അതല്ല മൂത്തമ്മ,
ഞാൻ കാക്കൂന് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം വിളിക്കും എനിക്ക് കാണാനാണേ. അങ്ങോട്ട് വരും ഇജുമുണ്ടാക്കേ. അതിന്റെ കഥയൊന്നും പറയണ്ട താത്ത. എന്നാലും അന്തിക്ക് തുടങ്ങിയ പെണ്ണ് ഒരു തൊയിരം തരുന്നില്ല. സെക്യൂറാക്ക് വരികയാണ് പറഞ്ഞാണ്ട് ഒരു തൊയിരം തരില്ല. പോകുമ്മ പറഞ്ഞാണ്ട് നേരം വെളുത്തപ്പോ കോളന്നെ തൊടി പോയാണ്ട് സെക്യൂർ ഇഷ്ടമുള്ളതൊക്കെ ചേമ്പും ചേനയും ചക്കരക്കിഴങ്ങും ഒക്കെ പറിച്ച് ഓളന്നെ റെഡിയാക്കി വെച്ചു. ഓൻ അങ്ങനെ തന്നെയല്ലേ സാബിറ? ഓൻ ഇവിടെ വന്നാൽ ഒരു നേരം നിൽക്കാൻ നേരണ്ടോ? ഓനെ മണ്ടിപ്പാച്ചിൽ തന്നെ അല്ല എനിക്കറിയില്ലേ? അത് ഇച്ചറിയാ താത്ത. ഓന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇച്ചറിയാം. അത് ഈ പെണ്ണിന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഞാൻ നാളെ ഏതായാലും പോകും. ഓള് 4 ദിവസം ഇവിടെ നിക്കാണ്. എന്നാ പാത്തുമ്മ താത്ത ഞങ്ങള് പോട്ടെ. കൊറേ നേരമല്ലോ ഇവിടെ വന്നിട്ട്. നിങ്ങള് വർത്താനം പറഞ്ഞിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആയിക്കോട്ടെ. ആ കാക്ക പോക്കരാക്ക ഇവിടെ ഇല്ലല്ലോ. മൂപ്പര് സാധനം എടുക്കാൻ വേണ്ടി അങ്ങാടിക്ക് പോയതാ. എവിടുക്കാ പോക്കരോ? ആരെന്റെ കുട്ടിനോട് ഇവിടുന്ന് സാധനം തരൂലാർന്ന്? അതിനത്രം വളർന്നപ്പോന് ഓന്റെ ബാപ്പ ഇന്റെ പാടത്ത് കന്നൂട്ടിയിലാണ്. മനസ്സിലായിക്ക്? ഓൻ എനിക്കൊന്ന് കാണണല്ലോ. അതിനത്ര മുതലാളിയായപ്പോന് എത്ര പോന് കൊടുക്കാണല്ലോ ഞാന്. ഓന് വേണിയാ ഇതിലെ മൊത്തം പൈസ കൊടുക്കൂല ഞാനോന്. അതിനത്ര പോയാന് ഏതായി പോക്കര്? ഒന്നര കാതറാക്ക, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾ അങ്ങാടിക്ക് പോയപ്പോ തൽക്കാലം എന്നൊന്നും ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. അയാൾ എപ്പോഴും വരും. ഇവിടെ നേരിട്ട് പറഞ്ഞളി, അല്ലാതെ ഞാൻ അതിനെന്താ കാട്ടുക? കണ്ടിട്ട് തന്നെ പോണുള്ളൂ. അതിനത്ര ആയോ? ചിലവരെ കാതരേ ഓനെ വെറുതെ വിടൂല. അത് സുഖമോ? ഞാൻ എങ്ങനെയെങ്കിലും ആ പണി 2 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കടാ മുസോട്ടിയെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സക്കീറാക്ക നിങ്ങളെപ്പോഴെത്തി? ഞാൻ ഇന്നലെ രാത്രിയുടെ എത്തിയേ. പോക്കരാക്ക ഇവിടെ? പോക്കരാക്കേ സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോയതാ. അപ്പൊ തൽക്കാലം എന്നൊന്നും ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. അപ്പൊ അതിനിപ്പോ ഞാൻ നിങ്ങളെ അമ്മോന്റെ ഒക്കെ ഒന്ന് പള്ളറച്ച് കേട്ടിക്കാണ്. പോക്കരാക്കാക്ക് കൊടുക്കണ്ട കച്ചാ കിട്ടിയത്. ആയിരിക്കണു നിങ്ങളെ അമ്മോ? അന്ന ചീത്തരെ പയ്യാ തറവാടിത്തും ആഡംബിത്തരത്തിന്റെ കാലം കഴിഞ്ഞോക്കണം മോനിയറെ. അതൊക്കെ പല്ല് കൊഞ്ഞ സിമ്മല്ലേ, അതൊന്ന് കടിച്ചപ്പോ ഏൽക്കൂ. പിന്നെ ആ വണ്ടൂരത്തെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ പറയണു? അന്റെ ഒഴിവ് വിട്ടിട്ടാണോ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കാൻ? നമുക്ക് പോയി നോക്കല്ലേ? വിലയും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. അതാണ് മുറിച്ചുകാണ്ട് പോരാ. പൈസ നോക്കണ്ട. അങ്ങനെ ചെയ്യാം. ഇതെത്താ നിങ്ങള് പറയേണ്ടത്? നമ്മളെ ഈ അടി പോയ മുതലാളിമാരല്ല, ഇഷ്ടം പോലെ കായില്ലോരാ. പിന്നെ പണ്ട് കുറെ ആൾക്കാരുണ്ട് മുതലാളിമാര്, കുത്തുവാളെടുത്ത ചില ആൾക്കാര്. ആ ജാതി മുതലാളി ഉള്ളത് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ മുറിക്കാം. എന്താ മുതലാളിയാ? അല്ല അത് മുജീബാക്ക മുസകുട്ടി പറഞ്ഞ മാതിരി നമുക്ക് അങ്ങനെയാണ് ചെയ്യാം. ഇല്ല സുഖോ? ഒഴിവാക്കിക്കാതെ മുസകുട്ടിയെ നമ്മൾ പോവല്ല. മുജീബാക്ക ഞങ്ങള് വരാം. അല്ല പോയല്ല, മറ്റേ കാര്യം പറഞ്ഞില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെയും മറ്റന്നാളും ചെറിയ ചുറ്റുപാടുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. സുഖ പണി തീർക്കട്ടോ. മുസകുട്ടി വാടാ. സക്കീറൊക്കെ പോയോ? സക്കീറൊക്കെ പോവാൻ നിക്കണു. എന്താലേ, എന്തായാലും ഇപ്പൊ മൂപ്പര് അമ്മോനല്ലേ. അമ്മോന്റെ മുമ്പ് നിന്നൊക്കെ ആ സിഗരറ്റ് എടുത്ത് വലിച്ചേറത് അത് മോശമായിട്ടോ. അതൊന്നും ചെയ്യാൻ പാടുണ്ടോ? അഭിപ്രായം എന്തായാലും? സംഭവം അമ്മോനും മോനൊക്കെ ശരി തന്നെയാണ്. ആ ജായി ദ്രോഹല്ലേ അവന്റെ അമ്മാനോട് മോനോടൊക്കെ ഈ അമ്മോൻ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ കാര്യത്തിലേ നമുക്ക് അങ്ങനെ കയറിക്കാണ്ട് ഇടപെടാനൊന്നും പറ്റൂല. പിന്നെ അത്രയ്ക്കും അനുഭവിച്ചോളൂ ഈ മോനും.
ഇയാളെ കൊണ്ട് അറിയില്ലപ്പ എനിക്ക്